കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശമുണ്ട്. അതായത് കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലെ ജയിച്ചു വന്ന ജനപ്രതിനിധികളുടെ പേര് നോക്കാനാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ സജി ചെറിയാൻ ഉദ്ദേശിച്ച മതത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിം ലീഗിലുണ്ട്, കോൺഗ്രസിലുണ്ട്, CPM-ലുണ്ട്, എന്തിനേറെ BJP-യിൽ പോലും ആ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യ രീതിയിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ജാതിയോ മതമോ അല്ല മാനദണ്ഡമാക്കാറ്, അവരുടെ കഴിവും പ്രാപ്തിയും പക്വതയും വിനയവും വിവേകവുമാണെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി കേരളത്തിലെ സാംസ്കാരിക സമൂഹത്തിനാകെ അപമാനമായ സജി ചെറിയാന് അറിയാഞ്ഞിട്ടില്ല, അദ്ദേഹം പറയാതിരിക്കുന്നതാണ്. എന്തായാലും ഈ വിഷയം കേരളം ഏറ്റുപിടിച്ചിരിക്കുകയാണ്. സജി ചെറിയാന്റെ ഇത്തരത്തിൽ വർഗീയതയെ വിഷമിക്കുന്ന പ്രസ്താവന കേരളത്തിന്റെ മതേതര മൈത്രിക്ക്, മതേതര മനസ്സിനെ കളങ്കപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും സജി ചെറിയാനെതിരെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള കേരളത്തിലെ യുവജന സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നു. സജി ചെറിയാൻ ഇതാദ്യമായല്ല ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത്. നേരത്തെ ഇന്ത്യൻ ഭരണഘടനയെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിച്ചതിന്റെ പേരിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടുന്ന മന്ത്രിയുടെ പേരാണ് സജി ചെറിയാൻ. വെള്ളാപ്പള്ളി നടേശന്റെ B ടീമായി പ്രവർത്തിക്കുന്ന CPM വെള്ളാപ്പള്ളി നടേശന്റെ ഗുരുവായാണ് ഈ സജി ചെറിയാനെ മാറ്റാൻ ശ്രമിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ മതേതര സമൂഹം കൃത്യമായ മറുപടി തരും. കാലം നിങ്ങളുടെ തോളിൽ കയറി ദ്രോഹി എന്ന് വിളിക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് മാത്രം പറയുകയാണ്. എന്തായാലും വിശദമായി പരിശോധിക്കാം. സജി ചെറിയാന്റെ ഇത്തരം വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ BJP-ക്ക് കേരളത്തിൽ വളമാകുമോ? എന്തായിരിക്കും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉണ്ടാവുക? CPM സജി ചെറിയാനെ തള്ളിപ്പറയാൻ തയ്യാറാകുമോ? PS സൗപർണികയാണ് കൂടെയുള്ളത്. സജി ചെറിയാന്റെ പരാമർശം കേരളം ഏറെ അറപ്പോടുകൂടിയാണ് കേട്ടത്. സജി ചെറിയാനെ പോലെ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയുടെ നാവിൽ നിന്ന് വരേണ്ട പരാമർശമല്ല അദ്ദേഹത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. മലപ്പുറം ജില്ലയെ മതത്തിന്റെ പേരിൽ അവഹേളിക്കാനും അപമാനിക്കാനും തുടങ്ങിയിട്ട് നാളുകളേറെയായി. അത് ഒരു സജി ചെറിയാൻ മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള കേരളത്തിലെ SNDP-യുടെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് SNDP. SNDP-യുടെ തലപ്പത്തിരുന്ന് വെള്ളാപ്പള്ളി നടേശൻ അപമാനിക്കുന്നു. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ, അവരുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കില്ല, നാഴികക്ക് 40 വട്ടം അവരെ മലപ്പുറം ജില്ലയെ അപമാനിക്കുന്നു. എന്തിനേറെ മലപ്പുറത്തിനോട് അതിർത്തി പങ്കെടുക്കുന്ന കോഴിക്കോട്ടോ വയനാട്ടിലോ അല്ലെങ്കിൽ പാലക്കാട് ഒരു വിഷയമുണ്ടായാൽ പോലും മലപ്പുറം ജില്ലയെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ അടക്കമുള്ളവർ എത്തുന്നത് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ മഹത്തായ ഒരു പൈതൃകമുണ്ട് കേരളത്തിന്റെ സാംസ്കാരികത എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ തന്നെ ഒരു മുഖമായി മാറിയ സംസ്കാര സമ്പന്നരായ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി ഒരു ജില്ലയിലെ ജനങ്ങൾ, രണ്ട് ജില്ലയിലെ സപ്തഭാഷാ സംഗമഭൂമിയായ കാസർകോട്ടെയും തൊട്ടപ്പുറത്തെ മലപ്പുറത്തെയും ജനങ്ങളെ ആകെ അപമാനിക്കുന്ന തരത്തിൽ, മതേതര മനസ്സുകളെ കീറിമുറിക്കുന്ന തരത്തിൽ, അവർക്ക് നീറ്റലുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് സജി ചെറിയാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉയർന്നു വന്നിട്ടില്ല എന്നതാണ് ഖേദകരമായ വസ്തുത. ഒറ്റയും തെറ്റയുമായ പ്രതിഷേധം. ഇതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം ഞാൻ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച പരാമർശം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം കണ്ടു. യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു സംസ്ഥാന സെക്രട്ടറി VP ദുൽകിഫിലിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് കണ്ടു. അത്തരത്തിൽ വിരലിൽ എണ്ണാവുന്ന ചില നേതാക്കന്മാരുടെ പോസ്റ്റുകൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും കേരളത്തിലെ ഒരു പ്രബല യുവജന സംഘടനയായ DYFI-ക്കാർ പോലും ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. അതായത് മന്ത്രി സജി ചെറിയാനെ പിന്തുണയ്ക്കുന്ന നിലപാടാണോ DYFI-ക്ക് എന്ന് അറിയാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ സജി ചെറിയാൻ കേരളത്തിന് അപമാനമായി മാറുകയല്ലേ? അല്ലെങ്കിൽ സജി ചെറിയാന്റെ ഇത്തരത്തിൽ പരാമർശവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് ഡൽഹിയിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ 1-2 ബക്കറ്റ് വെള്ളം അധികം എടുത്ത് കുളിച്ചാൽ ഇവിടെ കേരളത്തിൽ അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ മൗനം അവർ CPM-ന്റെ അടിമകളായി മാറിയെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. തീർച്ചയായും ചേട്ടാ, അതിപ്പോ സജി ചെറിയാനെന്നല്ല, ഈ പറയുന്ന AK ബാലൻ പറഞ്ഞില്ലേ, വെള്ളാപ്പള്ളി എന്താണ് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത നിരന്തരം പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ CPM മുഖ്യമന്ത്രിയും എന്താണ് ഒപ്പം ചേർത്ത് കൊണ്ടു നടക്കുന്നില്ലേ? എവിടെയെങ്കിലും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞോ? AK ബാലനെ തള്ളിപ്പറഞ്ഞോ? ഇനി സജി ചെറിയാനെ തള്ളിപ്പറയുമോ? ഇതൊന്നും ഇവർ ചെയ്യാൻ പോകുന്നില്ല. എന്താണ് പഴയതുപോലെയല്ല, ഒരുപാട് മാറി. നമ്മൾ ഈ പറയുന്ന പോലെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം വർഗീയത പറയുന്ന അല്ലെങ്കിൽ വർഗീയതയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടി വേറെ ഉണ്ടാവില്ല. CPM ആ തലത്തിലേക്ക് മാറി. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു എന്താണ് ഈ പറയുന്ന പോലെ വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്ന്. ഇപ്പോ ഇത് നിരന്തരമുള്ള കാഴ്ചയല്ലേ? ഇപ്പൊ എന്താണ് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. വെള്ളാപ്പള്ളി പറയുന്നു, AK ബാലൻ പറയുന്നു, അതുപോലെ തന്നെയാണ് ഇനി തുടരെ കുറച്ച് കഴിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വായിൽ നിന്നും
വ്യക്തമായി ഇതുണ്ടാകും. ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് സജി ചെറിയാനിലൂടെ AK ബാലനിലൂടെയും വെള്ളാപ്പള്ളിയിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് സജി ചെറിയാനെ തള്ളിപ്പറയില്ല, അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി ആകട്ടെ MV ഗോവിന്ദനാകട്ടെ ആരും തന്നെ തള്ളിപ്പറയില്ല. ഈ ചെയ്യുന്നതെന്ന് വെച്ചാല് ന്യൂനപക്ഷങ്ങളെ ഇനി തങ്ങൾക്കൊപ്പം നിൽക്കില്ല എന്നൊരു ധാരണ ഈ പറയുന്ന CPM-നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിധേനയും ഭൂരിപക്ഷങ്ങളെ ഒപ്പം നിർത്താമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. പക്ഷെ അത് ഗുണം ചെയ്യുകയില്ല. അത് ഗുണം ചെയ്യാൻ പോകുന്നത് ഒരു പരിധിവരെ BJPക്ക് ആയിരിക്കും. CPM ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് BJPക്ക് അനുകൂലമായി വരും. നമ്മൾ സാധാരണ പറയാറുണ്ട് CJP എന്നൊരു കൂട്ടുകെട്ടുണ്ട്. CPM-ഉം BJP-യും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടെന്ന് പറയുമ്പോൾ പോലും പല സ്ഥലത്തും അവരത് വ്യക്തമാക്കി കഴിഞ്ഞു. എന്താണ് ഈ പറയുന്ന പോലെ BJP ജയിക്കില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ CPM-നെ സപ്പോർട്ട് ചെയ്യുന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഏത് വിധേനയും ഈ രണ്ട് പാർട്ടികൾക്കും BJPക്കും CPM-നെ സംബന്ധിച്ചിടത്തോളം ശത്രു കോൺഗ്രസ് ആണ്. രണ്ടു കൂട്ടർക്കും ഇല്ലാതാക്കേണ്ടത് കോൺഗ്രസിനെ ആണ് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഈ പറയുന്ന പോലെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുക, വർഗീയത പറയുക, ഈ പറയുന്ന പോലെ ഇതിൽ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും സമരം ചെയ്യുന്ന, എല്ലാ കാര്യത്തിനും അഭിപ്രായങ്ങൾ പറയുന്ന DYFIയുടെ നേതാക്കൾ, SFIയുടെ നേതാക്കൾ, അവർക്ക് ആർക്കും ഇതിന്റെ അകത്ത് ഉത്തരങ്ങളില്ല, അല്ലെങ്കിൽ മറുപടികളില്ല. കർണാടകയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് വണ്ടി പിടിച്ച് അവിടെ പോയി അവർക്ക് വേണ്ടി സംസാരിക്കുന്ന പല നേതാക്കളും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ CPM-ന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ CPM-ന് വായി തോന്നുന്നത് എന്തും പറയാം. അതിനിപ്പോ വിഭജനത്തിന്റെ രാഷ്ട്രീയമായാലും പ്രശ്നമില്ല, ആളുകളെ തമ്മിൽ തല്ലിയാലും അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കിയാലും അതൊന്നും തങ്ങളെ സംബന്ധിക്കുന്ന കാര്യമല്ല, തങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല. ഏത് വിധേനയും ഭൂരിപക്ഷങ്ങളെ ഒപ്പം നിർത്തി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ത് നാറിയ സംസാരവും സംസാരിക്കാമെന്ന തലത്തിലേക്ക് CPM അതപ്പതിച്ചിരിക്കുന്നു. തീർച്ചയായും അയ്യങ്കാളിയുടെയും ആലി മുസ്ലിയാരുടെയും അർണോസ് പാദ്രിയുടെയും ജന്മം കൊണ്ടും പുണ്യപാദ സ്പർശം കൊണ്ടും പുളകിതമായ കേരളത്തിന്റെ മഹത്തായ മതേതര പാരമ്പര്യമുള്ള മണ്ണിനെ മലീമസമാക്കാൻ ഒരു സജി ചെറിയാനെയും കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല. പക്ഷെ അതിന്റെ ഏറ്റവും ഭയാനകരമായ ഒരു കാര്യം, കേരളത്തിലെ യുവജന പ്രസ്ഥാനം, വിപ്ലവ യുവജന പ്രസ്ഥാനം എന്ന് പറയുന്ന മേനി നടിക്കുന്ന DYFI അടക്കമുള്ള സംഘടനകളുടെ, AYF അടക്കമുള്ള സംഘടനകളുടെ മൗനം തന്നെയാണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്നത്. അതായത് കേരളത്തിന് ഒരു മഹത്തായ മതേതരത്വത്തിന്റെ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് ഇപ്പോൾ ആര് സ്വീകരിക്കുന്നത്? കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകാൻ അയ്യപ്പ സ്തുതികളുമായി കറുപ്പുടുത്ത് മാലയിടുന്ന അയ്യപ്പ ഭക്തർ അർത്തുങ്കൽ പള്ളിയിലും അതോടൊപ്പം തന്നെ എരുമേലിയിലെ ബാബരി പള്ളിയിലും പോയിട്ട് മാത്രമാണ് പുണ്യ 18-ാം പടി ചവിട്ടുന്നത്. അതാണ് കേരളത്തിന്റെ മഹത്തായ മതേതര പാരമ്പര്യം. ആ മതേതര പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ആരു തന്നെ ശ്രമിച്ചാലും അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. അത് കാലത്തിന്റെ ആവശ്യമാണ്, കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ജാതിമത വർഗീയ ശക്തികൾക്ക് അടിക്കാനുള്ള വടി കേരളം ഭരിക്കുന്ന ആളുകൾ, കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി തന്നെ അവരുടെ കയ്യിൽ താളത്തിൽ വെച്ച് നൽകുമ്പോൾ അതിന് ചുവപ്പ് പരവതാനി വിരിക്കാൻ, അവർക്ക് കച്ചേരി നടത്താൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ശ്രമിക്കുമ്പോൾ സജി ചെറിയാന്റെ മുഖത്തു നോക്കി ഇത് കേരളമാണ്, വിവേകാനന്ദൻ പറഞ്ഞതുപോലെയുള്ള കേരളമല്ല ഇപ്പോഴത്തെ കേരളം, കേരളം മാറിയിരിക്കുന്നു, കേരളം ജാതിക്കും മതത്തിനും വർണ്ണത്തിനും അതീതമായി ചിന്തിക്കുന്ന വിവേകമുള്ള ആളുകളുടെ കേരളമാണ്, കേരളം ഇപ്പോൾ ഒരു ഭ്രാന്താലയമല്ല, അത് അല്ല എന്ന് ഞങ്ങൾ തറപ്പിച്ചു പറയുന്നു എന്ന് പറയാനുള്ള തൻ്റെ ഇടം കേരളത്തിൽ കാണിക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ കേരളത്തിലെ രണ്ട് പ്രബല യുവജന പ്രസ്ഥാനമായ DYFIക്കും AYF-നും നട്ടെല്ലിന്റെ സ്ഥാനത്ത് ഒരു വാഴപ്പിണ്ടി പോലും ഇല്ലാതെ പോയി എന്നത് ഖേദകരമായ വസ്തുതയാണ്. അല്ല ഏട്ടാ, മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ പറയുന്ന പോലെ DYFI അടക്കം പല വിഷയങ്ങളിലും സമരം ചെയ്യുകയും പിന്നെ ഈ പറയുന്ന CPM BJP അന്തർധാരയുടെ പേരിൽ അവരുടെ സമരങ്ങളൊക്കെ പൊളിഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ടായിരിക്കും അവർ പല വിഷയങ്ങളിൽ ഇപ്പൊ മൗനമാണ്. പഴയതുപോലെ DYFI ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നില്ലല്ലോ. അവർ പറയുന്ന പൊതിച്ചോറിന്റെ രാഷ്ട്രീയത്തിനപ്പുറം അവർക്കൊന്നും പറയാനില്ലാത്ത തലത്തിലേക്ക് മാറിയല്ലോ. തീർച്ചയായും സജി ചെറിയാൻ അടക്കമുള്ളവരുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ, വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ കേരളത്തിന്റെ മണ്ണിൽ അതിശക്തമായ പ്രതിഷേധം നാളുകളിലും വരും, ഇന്നും ഉയരുന്നുണ്ട്, അത് നാളുകളിലും വരും. അത് ഈ പ്രതിഷേധം ഒരു അഗ്നിനാളമായി കത്തിജ്വലിക്കുമ്പോൾ ആ അഗ്നിയിൽ വെന്തുരുകാനുള്ള വിധിയാണ് CPM-നെ കാത്തുവെച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ അഗ്നിയിൽ വെന്തുരുകി ഒരുപിടി ചാരമായി CPM മാറുന്ന ദിനം അതിവിദൂരമല്ല എന്ന് CPM-ന്റെ നേതാക്കന്മാർക്ക് ബോധ്യമുണ്ടാവുന്നത് നല്ല കാര്യമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.